السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ 112 അധ്യായമായ സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഇന്ന് നാം പഠിക്കുന്നത്. ഇത് ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണെന്ന് പറയാം. തൗഹീദ് വളരെ ശക്തമായി ഊട്ടിയുറപ്പിക്കുന്ന, എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിക്കുന്ന, അള്ളാഹുവിനെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ലളിതമായി പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണിത്. അതുകൊണ്ട് തന്നെ ഇതിന് സൂറത്തു തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യായമായതുകൊണ്ട് സൂറത്ത് തൗഹീദ് എന്നൊരു പേര് കൂടിയുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ അസാസ്, ഇസ്ലാമിന്റെ അടിത്തറ, അതെന്താണെന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യായം എന്നുള്ള നിലയ്ക്ക് ആ ഒരു പേര് കൂടിയുണ്ട്. ഈ അധ്യായം ഇറങ്ങുന്നതിന് ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. മക്കയിലെ ബഹുദൈവാരാധകരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ചോദിച്ചു, മുഹമ്മദ്, നിന്റെ റബ്ബിന്റെ വംശാവലി, നസബ്, അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. അവൻ സ്വർണമാണോ അതോ വെള്ളിയാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവർ ചോദിച്ചു. ഈ ചോദ്യത്തിനുള്ള മറുപടിയായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവതരിപ്പിച്ചത്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വംശാവലിയോ ഭൗതികമായ രൂപമോ ഇല്ലെന്നും അവൻ സർവ്വതിനും അതീതനാണെന്നും ഈ സൂറത്ത് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. ഈ സൂറത്തിന്റെ മഹത്വം വിവരിക്കുന്ന നിരവധി സ്വഹീഹായ ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഇത് ഖുർആനിന്റെ 1/3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ അത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഖുർആനിലെ പ്രമേയങ്ങളെ 3 ഭാഗമാക്കി തിരിച്ചാൽ അതിൽ അഹ്കാമുകളും ഖസസുകൾ, ചരിത്രങ്ങളും, അതുപോലെ തന്നെ തൗഹീദും, ഇങ്ങനെ 3ആയി ഭാഗിച്ചാൽ തൗഹീദിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാണ് ഈ അധ്യായം എന്നും കാണുവാൻ സാധിക്കും. ഈ അധ്യായം എല്ലാ നമസ്കാരങ്ങളിലും ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹാബിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ പരാതി പറഞ്ഞു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരണം തേടി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ സൂറത്തിനെ അത്രയധികം ഇഷ്ടപ്പെടുന്നു എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, എങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന്. ഈ സൂറത്തിനോടുള്ള ഇഷ്ടം കാരണം നമുക്കിതിലെ പദങ്ങൾ ഒന്ന് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക, അവൻ അല്ലാഹു ഏകനാകുന്നു. ഹുവല്ലാഹു അഹദ്, ഈ പദം അല്ലാഹുവിന്റെ ഏകത്വത്തെ പൂർണ്ണമായും ബോധ്യപ്പെടുത്തുന്നതാണ്. ആരാധനയ്ക്ക് അർഹൻ അവൻ മാത്രമാണെന്ന്, അവന് തുല്യരായിട്ട് ആരുമില്ലെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. അഥവാ തൗഹീദുൽ ഉലൂഹിയത്ത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു വചനമാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നായ. അഹദ് എന്ന് പറഞ്ഞാൽ ഏകം, വിഭജിക്കാൻ കഴിയാത്തവൻ, തുല്യനില്ലാത്തവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, അള്ളാഹുവിന്റെ സത്തയിലും അവന്റെ വിശേഷണങ്ങളിലും അവന്റെ പ്രവൃത്തികളിലും, അതായത് ദാത്തിലും സിഫാത്തിലും അഫ്ആലുകളിലും അവൻ ഏകനാകുന്നു എന്നാണ് അതിന്റെ അർത്ഥമെന്ന്. തൗഹീദുൽ ഉലൂഹിയത്തിനെ പൂർണ്ണമായും ഇത് ഉൾക്കൊള്ളുന്നതിന് സാരം. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണെന്ന് സ്ഥാപിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെ അള്ളാഹു എന്ന നാമം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ പദം പോലും ഏകമാണ്. സൂറത്തുൽ ഫാത്തിഹ വിശദീകരിച്ച സന്ദർഭത്തിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അംസ് കഴിഞ്ഞതിന് ശേഷം, അള്ളാഹുവിലെ അംസ് കഴിഞ്ഞതിന് ശേഷം 2 ലാമ് 1 ഹാവ് ആണ്. ശബ്ദ കൊടുത്ത ലാമ് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇതിലല്ലാതെ മറ്റെവിടങ്ങളിലെല്ലാം ശബ്ദ കൊടുക്കപ്പെട്ട ലാമ് ഫത്ഹോട് കൂടി വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഉച്ചാരണം ല എന്നാണ്. എന്നാൽ ഇവിടെ മാത്രം അതിന്റെ അർത്ഥം ല എന്നാണ്. അള്ളാഹു എന്ന പദത്തിനല്ലാതെ ആ ഒരു ഉച്ചാരണം പോലുമില്ല. അള്ളാഹു എന്ന പദമടക്കം അള്ളാഹുവിന്റെ സകല ഗുണവിശേഷണങ്ങളും അവന്റെ ദാത്തും അവന്റെ അഫ്ആലുകളും എല്ലാം തുല്യതയില്ലാത്തതാണ്, ഏകമാകുന്നു. അതായത് ആരാധിക്കപ്പെടുന്നവൻ, ഇലാഹായിട്ടുള്ളവൻ അവൻ മാത്രമാണ്. ഇത് പ്രഖ്യാപിക്കുകയാണ് ഈ ആയത്ത് ചെയ്യുന്നത്. ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഫഇദാ കാന അല്ലാഹു അഹദൻ സ്വമദൻ ഫഹുവൽ മുസ്തഹിഖു ലിഇബാദത്തി ദൂന മാ സിവാഹ്. അല്ലാഹു ഏകനും നിരാശ്രയനുമാണെങ്കിൽ അവൻ മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ, മറ്റാരുമില്ല. ഈ പ്രഖ്യാപനം ഈ ആയത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ
ഇത് തൗഹീദുൽ ഉലൂഹിയത്ത് പ്രഖ്യാപിക്കുന്ന ഒരു ആയത്താണ് എന്ന് സാരം. ഇനി നോക്കൂ രണ്ടാമത്തെ ആയത്ത്. അല്ലാഹു സ്വമദ്, അല്ലാഹു നിരാശ്രയനാകുന്നു. സ്വമദ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെയും ഒരു വ്യക്തിയുടെയും ഒരു വസ്തുവിന്റെയും ഒരാശ്രയവും ആവശ്യമില്ലാത്തത് എന്ന് മാത്രമല്ല, സകല വ്യക്തികളും സൃഷ്ടികളും അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിലേക്ക് ആശ്രയം ആവശ്യമുള്ളവരാണ് താൻ. ഇതാണ് അള്ളാഹു സമദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നിരാശ്രയനാകുന്നു, അള്ളാഹു സമദാകുന്നു. എല്ലാവരും ആശ്രയിക്കുന്നവനാണ് അവൻ, എന്നാൽ അവൻ ആരെയും ആശ്രയിക്കാത്തവനുമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെ ഇപ്രകാരം വിശദീകരിച്ചു. അറിവിലും കഴിവിലും അന്തസ്സിലും എല്ലാ പൂർണ്ണതകളും തികഞ്ഞവനാകുന്നു അവൻ, അഥവാ അള്ളാഹു. അവന്റെ അറിവ്, അവന്റെ കഴിവ് പോലുള്ള കഴിവ്, അവനൊത്ത അന്തസ് ഇത് മറ്റൊരാൾക്കും നൽകപ്പെട്ടിട്ടില്ല, മറ്റൊരാൾക്കും അവകാശപ്പെടാൻ സാധിക്കുകയുമില്ല. എല്ലാ അർത്ഥത്തിലും അവൻ പരിപൂർണനാകുന്നു. അവനെയാണ് എല്ലാ സൃഷ്ടികളും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവൻ. അവനാകട്ടെ ഒരു സൃഷ്ടിയെയും ആശ്രയിക്കുന്നില്ലതാനും. ഇതാണ് അല്ലാഹു സമദ് എന്നതിന്റെ താല്പര്യം. ലം യലിദ് വലം യൂലദ്, അവൻ ജന്മം നൽകിയിട്ടില്ല, ജന്മം നൽകപ്പെട്ടിട്ടുമില്ല. അവന് സന്താനങ്ങളില്ല, അവൻ ആരുടെയും സന്താനവുമല്ല. അള്ളാഹുവിന് സന്താനങ്ങളില്ല എന്നർത്ഥം. അവൻ മറ്റൊരാളിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല. ഇത് ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും വാദത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഗണ്ണിക്കുകയാണ്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്ന വാദം ക്രിസ്ത്യാനികൾക്കുണ്ട്. യഹൂദികളാവട്ടെ ഉസൈർ നബി അള്ളാഹുവിന്റെ മകനാണെന്ന വാദക്കാരാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളാണെങ്കിൽ അവർ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് വാദിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ഈ വാദങ്ങളെല്ലാം ഈ ആയത്ത് പാടെ നിഷ്ഫലമാക്കുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ജന്മം നൽകിയിട്ടില്ല, അവൻ ജന്മം നൽകപ്പെട്ടിട്ടുമില്ല. അവന് തുല്യരായിട്ടൊരാൾ തന്നെ. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യരായിട്ട് യാതൊരാളുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അവന് തുല്യമായി യാതൊന്നും തന്നെയില്ല. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു എന്ന് സൂറത്ത് ശൂറ 11-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കുന്ന ഒരു അധ്യായമാണിത്, അഥവാ സൂറത്തുൽ ഇഖ്ലാസ്. ഇത് തൗഹീദിന്റെ മൂന്നിലൊന്നാണ്. തൗഹീദുർ റുബൂബിയ്യ അഥവാ സൃഷ്ടികർത്താവ്, സംരക്ഷകൻ എന്നീ നിലകളിൽ അള്ളാഹു അവൻ ഏകനാണ്. തൗഹീദുൽ ഉലൂഹിയ്യ, ആരാധനക്കർഹൻ അള്ളാഹു മാത്രം. തൗഹീദ് അസ്മാഉ വസിഫാത്ത്, അവന്റെ നാമങ്ങളിലും ഗുണഗണങ്ങളിലും അവൻ അതുല്യനാണ്, തുല്യതയില്ലാത്തവനാണ്. അസ്മാഉ വസിഫാത്ത് ബഹുദൈവാരാധകർക്കും അതുപോലെ തന്നെ നിഷേധികൾക്കുമുള്ള മറുപടിയാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അവരുടെ യുക്തിരഹിതമായ വാദങ്ങളെ പൂർണ്ണമായും ഈ സൂറത്ത്, ഈ അധ്യായം തകർക്കുന്നു. സന്താനമുണ്ടെന്ന വാദം, ഒരു കുട്ടി ഉണ്ടാകാമെന്നത് ആ വർഗത്തിന്റെ നിലനിൽപ്പിനും സഹായത്തിനുമാണ്. ഒരാൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നത് അയാൾക്ക് ആവശ്യമാണ്. കുട്ടികളെ ആശ്രയിക്കേണ്ടി വരും, അവരെ കൊണ്ട് സഹായം ആവശ്യമായി വരും, അവരെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം മുക്തനാണ്. ഒരാളുടെയും ഒരു തരത്തിലുള്ള ആശ്രയവും, ഒരാളെയും ആശ്രയിക്കേണ്ട യാതൊരു ഗതിയും അള്ളാഹുവിന് വന്നിട്ടില്ല, അതുണ്ടാവുകയുമില്ല. അതിൽ നിന്നെല്ലാം അള്ളാഹു പൂർണ്ണമായും മുക്തനാകുന്നു എന്നാണ് അർത്ഥം. മറ്റാരെയും ആശ്രയിക്കാത്തവനാകുന്നു അള്ളാഹു. അതുപോലെ തന്നെ അള്ളാഹുവിന് ഭൗതിക ലോകത്ത് മനുഷ്യർക്ക് കാണാൻ കഴിയുന്ന, ഗ്രഹിക്കാൻ കഴിയാവുന്ന, സങ്കല്പിക്കാൻ പറ്റാവുന്ന യാതൊരു വിധത്തിലുള്ള രൂപമോ പ്രകൃതമോ അള്ളാഹുവിനില്ല. അള്ളാഹുവല്ലാത്ത അനേകം വ്യക്തികളും വസ്തുക്കളും ജിന്നുകളും മലക്കുകളും ഒക്കെ ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ മനുഷ്യർ വ്യത്യസ്തങ്ങളായ രൂപങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹു ആകട്ടെ അവൻ ആരാധിക്കപ്പെടുന്നവനാണ്. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. അവൻ സ്രഷ്ടാവാണ്, സംരക്ഷകനാണ്, പരിപാലകനാണ്, അന്നദാതാവാണ്. ഇത്തരം കാര്യങ്ങളിൽ അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല. അവന് കിടയത്ത സമമായ യാതൊരാളുമില്ല എന്നെല്ലാം ഈ ആയത്ത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നുണ്ടോ? അത് വിഗ്രഹങ്ങളാവട്ടെ, വ്യക്തികളാവട്ടെ, ശക്തികളാവട്ടെ, നദികളായിരുന്നാലും സമുദ്രങ്ങളായിരുന്നാലും നക്ഷത്രങ്ങളായിരുന്നാലും എന്തൊക്കെ വസ്തുക്കൾ ആരാധിക്കപ്പെടുന്നുവോ അവയെല്ലാം സൃഷ്ടികൾ മാത്രമാണ്, കേവലം സൃഷ്ടികൾ. അവയ്ക്കെല്ലാം മുകളിൽ അവയെല്ലാറ്റിനെയും സൃഷ്ടിച്ചവനായ അള്ളാഹു പരമോന്നതനായി എല്ലാവിധ ആധിപത്യത്തോടും കൂടി എല്ലാറ്റിനെയും ഉടമപ്പെടുത്തുന്നവനായി അള്ളാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. അവൻ യാതൊന്നിനെയും ആശ്രയിക്കാത്തവനാണ്, ഒരാളുടെയും യാതൊരു വിധത്തിലുള്ള ആശ്രയവും ആവശ്യമില്ലാത്തവനാണ്. ഇതെല്ലാം ഈ
സൂറത്ത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലാഹാകുവാനുള്ള യോഗ്യത അത് നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. ഇലാഹാകണമെങ്കിൽ അവൻ സൃഷ്ടാവായിരിക്കണം, സംരക്ഷകനാകണം, പരിപാലകനാകണം. അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹു പരിപൂർണമായും അവൻ ആരാധനാകുന്നു, അവൻ ഇലാഹാകുന്നു, അവൻ സൃഷ്ടാവാകുന്നു, അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അതുകൊണ്ട് അവൻ മാത്രമാകുന്നു ഇലാഹ്. അവനല്ലാത്തതൊന്നും ഇലാഹല്ല, യഥാർത്ഥ ഇലാഹുകളല്ല. അവന് വിശപ്പില്ല, ദാഹമില്ല, ക്ഷീണമില്ല, ഉറക്കമില്ല, മയക്കമില്ല. ഇതിൽ നിന്നെല്ലാം അള്ളാഹു മുക്തനാകുന്നു. എന്നാൽ സൃഷ്ടികളായിട്ട് ആരാധിക്കപ്പെടുന്ന ആരൊക്കെയുണ്ടോ എന്തൊക്കെയുണ്ടോ അവക്കെല്ലാം അവയുടേതായ ബലഹീനതകളുണ്ട്. എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെടാം. മാത്രമല്ല അവർക്കെല്ലാം ന്യൂനതകളുണ്ട്. കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോകും, വാർദ്ധക്യം പ്രാപിക്കും, മരിച്ചുപോകും, ക്ഷയിച്ചു പോകും, ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്, ബലഹീനതകളുണ്ട്. നിലനിൽക്കാൻ പോലും മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്. എല്ലാത്തിലുമുപരി അവയെല്ലാം ഏകനായ അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നവരാകുന്നു. അതുകൊണ്ട് തന്നെ അവയൊന്നും തന്നെ ആരാധനയ്ക്ക് അർഹരല്ല. ബലഹീനതകളുള്ള, ന്യൂനതകളുള്ള, പോരായ്മകളുള്ള യാതൊന്നും തന്നെ ആരാധിക്കപ്പെടാവതല്ല. അള്ളാഹു അവൻ മാത്രമാകുന്നു ആരാധ്യൻ. അവൻ ഏകനാകുന്നു. അവൻ ഒരാളുടെയും ഒരു തരത്തിലുള്ള ഒരു വിധത്തിലുള്ള ആശ്രയവും ആവശ്യമില്ലാത്തവനാണ്. അവൻ ആരുടെയും പിതാവോ സന്താനമോ അല്ല. സർവ്വതിന്റെയും മുകളിൽ ആധിപത്യമുള്ളവനാകുന്നു. അവന്റെ ഗുണവിശേഷണങ്ങൾ പോലെയുള്ള ഗുണങ്ങൾ ലോകത്ത് മറ്റൊരു സൃഷ്ടിക്കുമില്ല. അവന്റെ പ്രവർത്തനങ്ങൾ പോലെയുള്ള പ്രവർത്തനം മറ്റൊരാൾക്കുമില്ല. എല്ലാ അർത്ഥത്തിലും അവൻ പൂർണ്ണനാകുന്നു. അതുകൊണ്ട് അള്ളാഹു മാത്രമാകുന്നു ആരാധ്യൻ എന്ന് ഈ ആയത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന വാദത്തെയും ഇത് നിരാകരിക്കുന്നു. ക്രിസ്ത്യാനികളായ ആളുകൾ ഈസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന് വാദിക്കുന്നവരാണ്. യഹൂദികളാവട്ടെ ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് വാദിക്കുന്നവരാണ്. ഈ രണ്ട് വാദത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിക്കുന്നു. അള്ളാഹു അതിൽ നിന്നെല്ലാം പരിശുദ്ധനാകുന്നു. അവൻ പുത്രന്മാരെ സ്വീകരിച്ചിട്ടില്ല എന്ന് അള്ളാഹു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൂറത്ത് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ ഏകത്വത്തെ തൗഹീദിനെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാകുന്നു. വിശുദ്ധ ഖുർആനിൽ തൗഹീദ് പഠിപ്പിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള മൊത്തം ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിനെല്ലാം ഉൾക്കൊള്ളുന്നതാകുന്നു ഈ അധ്യായം. കേവലം 4 വചനങ്ങൾ മാത്രമുള്ള ഈ സൂറത്ത് അതിന്റെ പൂർണ്ണത വ്യക്തമാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന വിശ്വാസികളായി ജീവിക്കുവാൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക